ഹല്ലേലൂയ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പിന്നെയും ചില നാളുകൾക്ക് ശേഷം ദൈവത്തിന്റെ വചനവുമായി ഈ ഒരു മാധ്യമത്തിലൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വേദവചന ചിന്തയെന്ന് പറയുന്നത്, ദൈവമക്കളാകുന്ന നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നറിയാമെങ്കിലും നാം ഈ ലോകത്തായിരിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനായിട്ട് വെമ്പൽ കൊള്ളുന്നവരാ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നാം ആഴത്തിൽ ദൈവത്തോടടുത്ത് എന്നത് ആ സ്വഭാവത്തെ ദൈവവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ പിടിച്ചു പറ്റുന്നവരെ, അവർക്ക് വേണ്ടി അവർക്ക് എതിരെ എഴുതിയ രേഖകളെ മാത്രമല്ല ദൈവം തിരുത്തുന്നത്, ദൈവം തന്നെ എഴുതിയ രേഖകളെ അവർക്ക് വേണ്ടി മാത്രം ദൈവം എഴുതിയ രേഖകളെ പോലും താൻ മാറ്റി എഴുതുന്ന ഒരു ദൈവത്തെയാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തുവാനായിട്ടാണ് ദൈവവചനത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്. മോവാബിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണ്. മോവാബിൽ ഒരിക്കലും ഒരു 10-ാം തലമുറക്കാരൻ പോലും ദൈവസന്നിധി വരരുതെന്ന് ഇങ്ങനെ വായിക്കുന്നു. ആവർത്തന പുസ്തകം 23-ന്റെ 2 ഒരു അമോനിനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഇത് ദൈവം പ്രമാണം, ഇസ്രായേൽ ജനത്തിന് പ്രമാണം കൊടുത്തപ്പോൾ ദൈവം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ അതിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. പ്രിയ ദൈവമക്കളെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന, മോവാബിരോ അമോനിരോ ഒന്നും 10-ാം തലമുറ പോലും ദൈവസന്നിധി വരരുത്. പക്ഷെ ദൈവജനത്തോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിന്റെ ശാപം നിനക്ക് ആക്കി തീർത്തുവെന്ന്. ഇത് ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹ. ദൈവജനത്തിന്റെ ശാപമൊന്നും ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റിക്കളയും. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ ആ ഇഷ്ടത്തെ പിടിച്ചു പറ്റാനായിട്ട് ഒരു വ്യക്തി തയ്യാറായപ്പോൾ, ഈ ദൈവജനത്തിനുള്ള അനുഗ്രഹത്തെ എടുത്തിട്ട് ഒരു യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിക്കളഞ്ഞ ആ ഒരു സംഭവം, അത് ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ ആ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കേവർക്കും സുപരിചിതയായ ഒരു വ്യക്തി രൂത്ത്. പഴയ നിയമ പുസ്തകത്തിൽ നാം കാണുന്ന രൂത്ത്. ആ രൂത്തിനെ കുറിച്ചുള്ള അവരുടെ വംശാവലിയെക്കുറിച്ച്, അവരുടെ വംശത്തെക്കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. ഒരു മോവാബിൻ, ഒരു അമോനിൽ ഒന്നും 10-ാം തലമുറയിൽ പോലും പ്രവേശിക്കരുതെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ദൈവം അവരെ മാറ്റി നിർത്തിയ ആ സ്ഥാനത്ത് നിന്ന് ഈ മോവാബിയ സ്ത്രീയായ രൂത്തിനെ ഇങ്ങനെ ഇഷ്ടം തോന്നിയിട്ട്, നിന്റെ ശാപം ആ ദൈവം തന്നെ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ്, പ്രവേശിക്കരുതെന്ന്. എന്നാൽ ദൈവത്തിന് രൂത്തിനോട് അങ്ങോട്ട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ പ്രസാദം അവളിൽ ചൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ശാപത്തെ അനുഗ്രഹമാക്കി. അതാണ് ഞാൻ പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നമുക്കെതിരെ എഴുതിയ രേഖകൾ മാത്രമല്ല, നമുക്ക് വേണ്ടി ദൈവം എവിടം വരെ, ഏതറ്റം വരെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ രൂത്തിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ, രൂത്ത്, ഇതാ ഞാൻ പറഞ്ഞത്, ശാപം എങ്ങനെ അവർക്ക് വേണ്ടി അനുഗ്രഹമാക്കി മാറ്റിക്കളഞ്ഞു. യാതൊരു യോഗ്യതയില്ലാത്ത അവളെ ദൈവം അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ശ്രദ്ധ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു പറ്റിയത്, രൂത്ത് ഇങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിടക്കുന്നത് രൂത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ബോവസ് രൂത്തിനോട് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുക. ഈ രൂത്തിന് കേട്ടുകേൾവി മാത്രം, അമ്മായിയമ്മയിൽ നിന്നുള്ള ഒരു കേട്ടുകേൾവി ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച്. ആ ദൈവത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ആ രൂത്ത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്നു എന്നാണ് ബോവസ് പറഞ്ഞ്. ഈ ഒരു വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിന് ഒത്തിരി ആഴമുണ്ട്. ദൈവത്തിന്റെ ചിറകിൻ കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന ആ രൂത്തിനോട് ദൈവത്തിന് പ്രസാദം തോന്നി. ഈ ചിറകിൻ കീഴെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ, കോഴിയുടെ ചിറകിന്റെ കീഴെ ഈ കോഴി കുഞ്ഞുങ്ങൾ ആശ്രയിക്കുക. ആ ഒരു ലളിതമായ, ഏറ്റവും നമ്മൾ പ്രകൃതിയിൽ കാണുന്ന, നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് നാം നിരൂപിച്ചു കഴിയുമ്പോൾ, ഒരു കഴുകനോ പരുന്തോ ഒക്കെ ഇങ്ങനെ പിടിക്കാൻ വരുമ്പം, ഈ തള്ള ഒച്ചയുണ്ടാക്കുമ്പം കുഞ്ഞുങ്ങളെല്ലാം ആ ചിറകിന്റെ കീഴിൽ ആശ്രയിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ചിറകിന്റെ അടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ല.
ആ ചിറകിന്റെ അടിയിൽ അവര് ചെന്ന് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു ആകുലതകളുമില്ല. അവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ ഒരു പരുന്തോ ഒരു കഴുകനോ വരുമ്പോൾ മനുഷ്യരാകുന്ന നാം അതിനെ പിടിച്ച് എത്ര ഒതുക്കി വെച്ചെന്ന് പറഞ്ഞാലും അതുങ്ങൾക്ക് അത്രയ്ക്ക് സുരക്ഷിത ബോധമില്ല. എന്നാൽ നമ്മുടെ അത്ര ശക്തിയില്ലാത്ത ഈ കഴുകൻ വരുമ്പോൾ, പരുന്ത് വരുമ്പോൾ, ഈ എന്റെ തള്ളക്കോഴിക്ക്, എന്റെ തള്ളയ്ക്ക് ഞങ്ങളെ ആ കഴുകന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചിന്തയോ സംശയമോ ഒന്നും ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കില്ല. മറ്റ് എവിടെ കിട്ടുന്ന സുരക്ഷിതത്വ ബോധത്തെക്കാൾ വലിയ ഉറപ്പേറിയ, യാതൊരു സംശയത്തിന്റെ ഒരല്പം പോലും ഇല്ലാത്ത അത്രയ്ക്ക് സുരക്ഷിതത്വ ബോധമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തന്റെ തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെ ഒരു ആശ്രയത്വമായിരുന്നു രൂത്തിന് താൻ കേട്ടറിഞ്ഞ, അമ്മായിയമ്മയിലൂടെ കേട്ടറിഞ്ഞ ഇസ്രായേലിന്റെ ദൈവത്തെ ഇങ്ങനെ ഒരു ആശ്രയമായിരുന്നു. ആ ദൈവത്തിന്റെ ചിറകിൻ കീഴെയാ താൻ ആശ്രയം വെച്ചത്. ഒരിക്കലും അമ്മായിയമ്മയിൽ അല്ല താൻ ആശ്രയം വെച്ചത്, മറ്റ് ഇസ്രായേൽ ജനത്തിലല്ല ആശ്രയം വെച്ചത്. ഇങ്ങനെ ആ ചിറകിന്റെ കീഴെ, കാരണം തനിക്ക് ഒരു സംശയവുമില്ലായിരുന്നു. ആ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിന്റെ കീഴെ ആശ്രയിച്ചപ്പോൾ താൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിച്ച്. എന്നാൽ നാം ആകുന്ന ദൈവജനത്തിലല്ലേ പലപ്പോഴും ദൈവജനത്തിന്റെ ഇടയിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശ്രയിക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ല. പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. അല്പം നമ്മൾ ആശ്രയിക്കുമെങ്കിലും നമ്മുടെ ബുദ്ധിയും കൂടെ ചേർന്ന് നാം ആശ്രയിക്കുന്നത്. നമ്മുടെ ബുദ്ധി വിട്ട്, നമ്മുടെ ബുദ്ധി എപ്പോഴും പറയും നീ അങ്ങ് തന്നെ ആശ്രയിക്കുന്നത് ശരിയാകത്തില്ല, കാരണം ഇന്ന ഇന്ന കാര്യങ്ങള് നിനക്ക് എതിരെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും ഇതൊന്നും വിശ്വസിക്കാൻ ബുദ്ധി നമ്മളെ പലപ്പോഴും ഉപദേശിക്കുമ്പോൾ നാം ആ ബുദ്ധി പറയുന്നത് പോകുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. എന്നാൽ ഇങ്ങനെ ഒരു ആശ്രയത്വം രൂത്തിനുണ്ടായപ്പോൾ രൂത്ത് മറ്റു മനുഷ്യരിൽ ആശ്രയിക്കാൻ പോയില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ ഇതുപോലെ അങ്ങോട്ട് ആശ്രയിച്ചപ്പം അത് സ്വർഗത്തിലെ ദൈവത്തിന് അത് വലിയ പ്രസാദമായി തീർന്നു. ദൈവത്തിന്റെ ഇഷ്ടം അങ്ങോട്ട് പിടിച്ചു മേടിച്ച ഒരു സ്വഭാവമായിരുന്നു രൂത്തിന്. അങ്ങനെ പിടിച്ചു മേടിച്ച ആ രൂത്തിനെ അനുഗ്രഹിക്കാതിരിക്കാൻ അവിടെ ആ വംശാവലിയിൽ, അല്ലെ അവളുടെ നെറ്റിയിൽ എഴുതി വെച്ച ആ ശാപത്തിന്റെ ആ ഒരു ശാപവാക്കുകളെ ദൈവം തമ്പുരാൻ അങ്ങോട്ട് മാറ്റി, അത് ദൈവം എഴുതി വെച്ചതാണെങ്കിൽ ദൈവം തന്നെ തിരുത്തി എഴുതി, നീ ശപിക്കപ്പെട്ടവളല്ല, നീ ഒരു മോവാബി സ്ത്രീ ആണെങ്കിലും നിന്നെ ഞാൻ എന്റെ വംശാവലിയിലേക്ക്, ദാവീദിന്റെ പുത്രൻ, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ യേശുക്രിസ്തുവിന്റെ ആ ഒരു വംശാവലിയിലേക്ക് നിന്നെ കൂടെ എടുക്കാനായിട്ട് ദൈവത്തിന് അങ്ങോട്ട് പ്രസാദം തോന്നി. ഇതാണ് ദൈവമക്കളെ ഞാൻ പറഞ്ഞത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ഈ ദൈവത്തെ, നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തെ ആഴമേറി ഓരോ ദിവസം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാ. ദൈവത്തിന്റെ ഇഷ്ടം അങ്ങോട്ട് പിടിച്ചു മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം എഴുതി മാറ്റിമറിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും. അവിടെ രൂത്തിന്റെ ജീവിതത്തിൽ തന്നെ മഹത്വത്തെ ആ യുവതിയിലേക്ക് അങ്ങ് നിറയ്ക്കുക ചെയ്തേ. ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു കഴിഞ്ഞ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ ശാപം മുഴുവൻ മാറി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ എഴുതി വെച്ചിരിക്കുന്ന രേഖകളോ അല്ലെങ്കിൽ ദൈവത്താലുള്ള എന്ത് കാര്യമാണെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം നാം പിടിച്ചു പറ്റുന്നവരാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് പറ്റിയിരിക്കാനായിട്ട് ആ ചിറകിന്റെ കീഴെ ഒരു കോഴിക്കുഞ്ഞ്, അത്രയും നിസ്സാരമായ ഒരു വ്യക്തി, കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയുടെ ചിറകിന്റെ അടിയിൽ വന്ന് ആശ്രയം വെക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ ആശ്രയം വെക്കുന്ന അങ്ങനത്തെ ഒരു ആശ്രയബോധം നമുക്ക് ദൈവത്തിനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തൊക്കെയാ ദൈവം ചെയ്യുന്നെന്നും തന്റെ മഹത്വം അവരിൽ നിറയ്ക്കുന്ന ആ മഹത്വം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ എവിടം വരെ എത്തിച്ചേരുമെന്നും ആ നിത്യതയിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ അവസാനം നിന്റെ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇതാണ് ദൈവം നമുക്ക് തരുന്ന വാക്തത്വം എന്ന് പറയുന്നത്. കുരുകിലും മീവൽ പക്ഷിയൊക്കെ ചെറിയ പക്ഷികളാണ്. അവർക്ക് വലിയ ശക്തി ഒന്നും ഉള്ളതല്ല. എന്നാൽ 84-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, കുരുകിലും മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്നു. അവർ കണ്ടെത്തിയ കൂടെന്ന് പറയുന്നത് ഈ വലിയ വലിയ ബിൽഡിംഗ്, കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലോ അങ്ങനെ അമ്പരചുംബരികളായിട്ടുള്ള ഒരു എടുത്തുമല്ല അവരുടെ ആശ്രയം കണ്ടെത്തിയത്. അവർ നോക്കിയപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം എവിടെയാന്ന് ചോദിച്ചാൽ വേറെ എങ്ങുമല്ല, ഇസ്രായേൽ ദൈവത്തിന്റെ യാഗപീഠത്തിങ്കിൽ അവരുടെ ആശ്രയം. ആ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ സുരക്ഷിതത്വം ഉണ്ടെന്ന് അവയ്ക്ക് ഒരു ബുദ്ധി അവർക്ക് ഹൃദയത്തെ തോന്നുവാനിടയായി. ഇന്ന് രാത്രിയിലും ഇതുപോലെ ഇങ്ങനെ ഏത് കാര്യത്തിനും, ചെറിയ കാര്യത്തിനായാലും വലിയ കാര്യത്തിലായാലും ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്ന പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കുന്നത്, ഒരു വ്യക്തി അങ്ങനെ ആശ്രയിക്കുന്ന ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് രൂത്തിനെ പോലെ നമുക്ക് യോഗ്യതയില്ലാ എങ്കിലും ദൈവത്തിന്റെ ആ ഇഷ്ടം പിടിച്ചു പറ്റി ദൈവമഹത്വത്തിലേക്ക് കയറുവാനുള്ള ഭാഗ്യം ലഭിച്ച രൂത്തിനെ പോലെ, രൂത്ത് നമുക്ക് മുമ്പാകെ ഒരു വെല്ലുവിളിയായി, നമുക്ക് മുമ്പാകെ ഒരു വലിയ മാതൃകയായി നിൽക്കുമ്പോൾ ആ പാത പിന്തുടരുക, പൂർണ്ണ ഹൃദയത്തോടെ നമ്മെ ദൈവത്തിൽ ആശ്രയിക്കുക,
ആശ്രയിക്കാം. അങ്ങനെ ആശ്രയിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. ആ ദൈവത്തിന്റെ ആ ഇഷ്ടം പിടിച്ചു പറ്റിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാം, ദൈവത്തിന് വേണ്ടി ജീവിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും നമുക്ക് അങ്ങനെയുള്ള ഒരാശ്രയം ദൈവത്തിൽ നിന്നില്ല എങ്കിൽ ഈ ദൈവത്തെ ഇങ്ങനെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് ഈ ഒരു ദൈവമാണ്. ഈ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഇങ്ങനെ ആശ്രയിക്കുന്നവരെ ദൈവം കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഏത് പ്രതിസന്ധിയിലും എത്ര ശൂന്യതയിലേക്ക് കാലെടുത്ത് വെച്ചെന്ന് പറഞ്ഞാലും അവരെ താങ്ങുന്ന ഒരു കരം ഈ ദൈവത്തിനുണ്ട്. ആകയാൽ ഈ ദൈവത്തെ, എന്റെ ദൈവത്തെ, ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തെ ഇങ്ങനെ വചനത്തിലൂടെ പരിചയപ്പെടുത്തുവാൻ എന്റെ ദൈവം തന്ന കൃപയ്ക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവന ധ്യാനത്തെ ഇവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.